കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലുകില്ല. ഈശോമിശിഹായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് 14-ാം ദിവസമാണ്. കഴിഞ്ഞ 13 ദിവസങ്ങൾ നമ്മൾ ഈശോയോടൊപ്പമായിരുന്നു. ഈശോ പലതും നമ്മളെ പഠിപ്പിച്ചു. ഇന്നും ഈശോ പഠിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. നമ്മളെ സുവിശേഷം നമ്മൾ വായിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാര് എന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ സുവിശേഷം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 17-ാം തിരുവചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ആദ്യത്തെ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അതിനൊരുക്കമായി നമ്മൾ മാനസാന്തരപ്പെടണം എന്നാണ് യേശുവിൻ്റെ ആദ്യത്തെ സന്ദേശം. ആദ്യത്തെയും യേശുവിന് നമുക്ക് തരാനുള്ള ഏക സന്ദേശവും വേണമെങ്കിൽ അത് തന്നെയാണ് എന്ന് പറയാം. കാരണം സ്വർഗത്തിന് വേണ്ടി ജീവിക്കുക, അതിൻ്റെ ആദ്യത്തെ പടി മാനസാന്തരമാണ്. അങ്ങനെ പ്രസംഗിക്കുന്ന യേശു ഇതാ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 23 മുതൽ വായിക്കുമ്പോൾ, അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അവൻ്റെ കീർത്തി സിറിയയിലെങ്ങും വ്യാപിച്ചു. എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യതകളാലും അവശരായവരെയും പിശാച് ബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. ഗലീലി, ഡെക്കാപോളിസ്, ജെറുസലേം, യൂദ, ജോർദാന്റെ മറുകര എന്നിവിടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിച്ചു. ഇവിടെ നമ്മൾ കാണുന്നതാണ് ഈശോ ആദ്യം പറയുന്നത്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അത് പറയുന്ന ഈശോ തന്നെ അനേകം പേരെ സുഖപ്പെടുത്തുന്നുമുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും. അപ്പോൾ യേശുവിൻ്റെ പ്രധാന ദൗത്യം മാനസാന്തരപ്പെടുക, സ്വർഗരാജ്യത്തിന് ലക്ഷ്യമാക്കി ജീവിക്കുക എന്നുള്ള സന്ദേശമാണ്. എന്നാൽ അതിലൂടെ തന്നെ അപ്പോൾ തന്നെ ഈശോ എല്ലാവർക്കും സൗഖ്യവും നൽകുന്നുണ്ട്. അനേകം ജനങ്ങൾ ഈശോയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അതിൽ നല്ലൊരു ശതമാനം രോഗികളുണ്ട്, രോഗികളല്ലാത്തവരുണ്ട്. പക്ഷെ എല്ലാവർക്കുമുള്ള സുവിശേഷം എന്താണ്? എല്ലാവർക്കുമുള്ള സുവിശേഷം ഒരേ ഒരു സുവിശേഷമാണ്, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
സ്വർഗം നമ്മുടെ ലക്ഷ്യമല്ലെങ്കിൽ സുവിശേഷം നമുക്ക് മനസ്സിലാവില്ല. നമ്മളെല്ലാവരും സുവിശേഷം വായിക്കുന്നവരാണ്. യേശുവിന് ഒരു കാര്യം മാത്രമേ നമ്മോട് പറയാനുള്ളൂ: നിങ്ങളെല്ലാവരും സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കണം. അങ്ങനെ ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ ഈ സുവിശേഷത്തിൽ പറയുന്ന ഓരോ കാര്യവും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് നമ്മളൊരു തീരുമാനമെടുക്കേണ്ട കാര്യമാണ് സ്വർഗം ലക്ഷ്യമാക്കിയുള്ളൊരു ജീവിതം. ഇനി സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ജീവിതം അങ്ങനെ ജീവിക്കുന്നവർക്ക് ഈ നമ്മൾ ആദ്യം വായിച്ച, നമ്മൾ ധ്യാന ചിന്തയ്ക്ക് വേണ്ടി വായിച്ച വചനങ്ങൾ വേഗം വേഗം മനസ്സിലാവും. കാരണം അവിടെ പറഞ്ഞിരിക്കുന്ന മുഴുവൻ സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. അതിൽ ആദ്യത്തെ വചനം ഇതാണ്: അവനവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതാ യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗത്തേക്കാൾ വലുതൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. അവർക്ക് അതിനപ്പുറം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിലെന്താണ്? സ്വർഗത്തേക്കാൾ വലുതൊന്നുമില്ല. അതുപോലെ അടുത്ത വചനം എന്താണ്? വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. വിലപിക്കുക എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടുക, അനുദപിക്കുക, ഇതൊക്കെയാണ് വിലപിക്കുക. അപ്പോൾ അവർ ആശ്വസിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആശ്വാസം. അത് ഈ ഭൂമിയിലെ ആശ്വാസമല്ല. ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്വർഗം നേടുന്ന ആശ്വാസം. അതാണ് ഏറ്റവും വലിയ ആശ്വാസം. അതുപോലെ തന്നെ ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ശാന്തശീലർ ഭാഗ്യവാന്മാർ എന്ന് യേശു പറയുമ്പോൾ അവർ ഭൂമി അവകാശം. ഏതാ ഭൂമി? ആ സ്വർഗത്തിൽ ഒരിടം നമ്മൾ അവകാശമാക്കും, നമ്മൾ ശാന്തശീലരാണെങ്കിൽ. അപ്പൊ എല്ലാം യേശു പറയുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ്. അടുത്തത് ഇങ്ങനെയാണ്: നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, പൂർണ്ണ സംതൃപ്തി ലഭിക്കുന്നത് എവിടെ വെച്ചാണ്? അല്ലെങ്കിൽ എവിടെ നിന്നാണ്? അത് ഒരിക്കലും ഭൂമിയിൽ നിന്ന് ലഭിക്കില്ല, അത് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുള്ളൂ. സ്വർഗത്തിൽ നമ്മൾ എത്തുമ്പോൾ മാത്രമാണ് പൂർണ്ണ സംതൃപ്തി നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ വലിയ എന്താണ് നീതി? ദൈവത്തിന്റെ നീതി എന്താണ്? യേശു പ്രഘോഷിച്ച നീതി എന്താണ്? പരസ്പരം സ്നേഹിക്കുക. ഫരീസ്യരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിലംഘിക്കുന്ന നിയമം, അതാണ് സ്നേഹം. അപ്പോൾ നീതിക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതുപോലെ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ കരുണ കാണിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം നമുക്ക് കരുണ ലഭിക്കും. ആ കരുണ ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്ന് കരുണ ലഭിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈശോ പഠിപ്പിക്കുകയാണ്, ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ കാണും. അതുപോലെ തന്നെ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാര് എന്ന് വിളിക്കപ്പെടും. ഇതെല്ലാം നമ്മളെ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ വേണ്ടി യേശു പ്രേരിപ്പിക്കുകയാണ്. ഓരോ കാര്യവും വ്യക്തമായി പറയുകയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ച് വിജയിക്കുന്നതിനേക്കാളപ്പുറം സ്വർഗത്തിലാണ് യഥാർത്ഥ വിജയം, സ്വർഗത്തിലാണ് യഥാർത്ഥ സമാധാനം, സ്വർഗത്തിലാണ് യഥാർത്ഥ ആശ്വാസം, സ്വർഗത്തിലാണ് യഥാർത്ഥ സന്തോഷം എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുപോലെ തന്നെ നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു പക്ഷേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് നീതിക്ക് വേണ്ടി എങ്ങനെയാണ് പീഡനം സഹിക്കുന്നത്? യേശു നമ്മളെ പഠിപ്പിച്ച യേശു തന്നെ അത് പ്രായോഗികമായിട്ട് നമ്മൾ കാണിച്ചു തന്നു. ഈശോ നീതിക്ക് വേണ്ടിയാണ് പീഡനം സഹിച്ചത്. അപ്പോൾ ഇത്രയും വചനങ്ങൾ യേശു നമ്മളെ പഠിപ്പിക്കുകയാണെങ്കിൽ അടുത്ത വചനം നമ്മളൊരു പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് പോകുന്നത് പോലെയാണ് യേശു പറഞ്ഞത്. പ്രായോഗികമായി എങ്ങനെ വരും? ഇത്രയും കാര്യം നമുക്കറിയാം, നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിക്കുക. എന്നാൽ അടുത്ത വചനം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് പ്രാക്ടിക്കൽ സൈഡ്. നേരത്തെ നമ്മൾ യേശു പഠിപ്പിക്കുന്നത് കേട്ടു, ഇപ്പോൾ പ്രാക്ടിക്കൽ സൈഡ്. അതും യേശു നമ്മളെ പഠിപ്പിച്ചതൊന്ന് കുരിശു മരണത്തിലൂടെ. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പല കാര്യങ്ങളും നമുക്കറിയാം, എന്നാൽ നല്ലൊരു ക്രൈസ്തവ ജീവിതം നമ്മൾ സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് എന്താണ്? സ്വർഗം നമ്മുടെ ലക്ഷ്യമല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രതിഫലം ലഭിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അതാണ് നമ്മൾ ഇത്രയും നേരം വായിച്ചത്. എല്ലാ പ്രതിഫലവും ലഭിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അപ്പൊ യേശു പ്രത്യേകമായി എടുത്തു പറയുന്നു മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 5-ാം തിരുവചനം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട നാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീതികളിലും കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. ഈശോ വ്യക്തമായി പറയാണ്, ഇവിടെ ജീവിക്കുമ്പോൾ ഒരു പ്രതിഫലവും ലഭിച്ചിട്ട് ഒരു കാര്യമില്ല. പ്രതിഫലം ലഭിക്കേണ്ടത് സ്വർഗത്തിൽ നിന്നാണ്. അതുപോലെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16-ാം തിരുവചനം, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപട നാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നു എന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഈ ഭൂമിയിൽ നിന്നും ഒരു പ്രതിഫലം ലഭിക്കാൻ വേണ്ടി നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. സ്വർഗത്തിൽ നിന്ന് തന്നെ, ദൈവത്തിൽ നിന്ന് തന്നെ നമ്മൾ പ്രതിഫലം സ്വീകരിക്കണം. അതിനുള്ള ഒരുക്കത്തിന്റെ ടൈമാണ് ഈ നോൻപ് കാലം. നമ്മുടെ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ജീവിതത്തിന് ഒരു അടിത്തറ പാകുന്ന സമയമാണ് ഈ നോമ്പ് കാലം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്വർഗം ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കുമ്പോൾ സുവിശേഷം മുഴുവൻ നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഓരോ കാര്യവും പടിയായിട്ട് വരുമ്പോൾ, നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ഈശോ വരും. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പോലും ഈ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളുണ്ട്. എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ്. എല്ലാം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന വ്യക്തികൾ. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സൈഡ് ഈശോയോട് പഠിപ്പിച്ചു, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. അപ്പോൾ പ്രാക്ടിക്കൽ സൈഡും പഠിപ്പിച്ചു. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ഏറ്റവും നല്ല സമയമാണ് ഒരുങ്ങാൻ. ഈശോ പറയുന്നത് പോലെ തന്നെ ഒരുങ്ങാൻ നമുക്ക്. അതിനുവേണ്ടിയാണ് ഈ 40 ദിവസം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് 14-ാം ദിവസമാണ്. ഇനിയുള്ള ദിവസം ഇനിയും നമുക്ക് ഒരുങ്ങാം, പൂർണ്ണമായി ഈശോയിൽ സമർപ്പിച്ചുകൊണ്ട്. ഈശോയെ, എനിക്ക് അങ്ങിൽ നിന്നാണ് പ്രതിഫലം വേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞാൻ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും മറ്റെല്ലാവരെയും സമർപ്പിക്കുകയാണ്. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം. എനിക്ക് പ്രതിഫലം വേണ്ടത് ഈശോയിൽ നിന്നാണ്. എനിക്ക് ലോകത്തിൻ്റെ ഒരു പ്രതിഫലവും വേണ്ട. അതുകൊണ്ട് തന്നെ ഈശോ പറയുന്നത് പോലെ ജീവിച്ച് ഈശോയിൽ നിന്നും ആ വലിയ സമ്മാനം സ്വീകരിക്കാൻ ഞാൻ ഒരുങ്ങുകയാണ്. കർത്താവെ, എൻ്റെ കുടുംബാംഗങ്ങൾക്ക്, എൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് ഒരു മാതൃകയായി ജീവിക്കാനുള്ള എല്ലാ കൃപയും അഭിഷേകവും എനിക്ക് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ആമേൻ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ.